വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ വിദ്വേഷ പ്രസംഗം നടത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് ഇന്ന് സുപ്രീം കോടതി കൊളീജിയത്തിന് മുൻപാകെ ഹാജരാകും. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ഹിന്ദുസ്ഥാനാണെന്നും ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹപ്രകാരമാണ് രാജ്യം മുന്നോട്ട് പോവുക എന്നതടക്കമുള്ള പരാമർശങ്ങളായിരുന്നു ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് നടത്തിയത്. വിവരങ്ങളുമായി വിനിത വിജി. വിനിത, അത് കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗമായിരുന്നു, ജഡ്ജി നടത്താൻ പാടില്ലാത്തതായിരുന്നു പ്രതിപക്ഷമടക്കം പറയുന്നു. ഇംപീച്ച്മെന്റ് നടപടികൾ അതിലൊക്കെ പ്രധാനം അലഹബാദ് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു സുപ്രീം കോടതി. ആ റിപ്പോർട്ട് നിർണായകമാവില്ലേ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലേക്കുള്ള ഒരു വിവാദ പരാമർശം അതും ഒരു ജസ്റ്റിസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളടക്കം ഉയർന്നിട്ടുണ്ടായിരുന്നു. പിന്നാലെ തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി ഈ കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ശേഖർ കുമാർ യാദവിനെ കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തുടർന്ന് ഇന്ന് ഹാജരാകാനാണ് ആ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം കൊളീജിയത്തിന് മുൻപിൽ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് എന്തിനു വേണ്ടിയാണ്, തുടർന്ന് അവിടെ ഏത് സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലേക്കുള്ള ഒരു പരാമർശം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കൊളീജിയം കേൾക്കും. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുക. ഒരു നടപടിയിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ തുടങ്ങി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ആ ഘട്ടത്തിലായിരിക്കും ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഈ പരാമർശം സംബന്ധിച്ച വിശദീകരണവും സുപ്രീം കോടതി തേടിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് രാജ്യം എല്ലായ്പ്പോഴും ഭൂരിപക്ഷത്തിനൊപ്പമാണ് നിൽക്കുന്നതെന്നും യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നുമൊക്കെയാണ് അദ്ദേഹം വിദ്വേഷ പരാമർശം നടത്തിയത്. ഒപ്പം തന്നെ ഒരു സമുദായത്തെ ഊന്നൽ നൽകിക്കൊണ്ട് ബഹുഭാര്യത്വവും മുത്തലാഖും ഒക്കെ ഒരു സമുദായം ഇപ്പോഴും അവകാശമായി കാണുന്നുവെന്നും അദ്ദേഹം വിവാദ പരാമർശം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ വലിയ തരത്തിലേക്കുള്ള വിയോജിപ്പുകളും പ്രതിഷേധവും വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ തന്നെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി കടുത്ത വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ സുപ്രീം കോടതി ഇതിൽ ഇടപെടണമെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹാഷ്മി, നടപടി ഉണ്ടാകുമോ സുപ്രീം കോടതിയിൽ നിന്നും എന്നടക്കമുള്ള കാര്യങ്ങൾ അതിനിർണായകമാണ്, കാത്തിരുന്ന് കാണേണ്ടതുമാണ്.